പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും രാത്രിയിലേക്ക്, നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഒന്നു ചേർന്ന് ഈ രാത്രിയിൽ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കിയ, ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും എടുത്തു നീക്കി കർത്താവ് കൈപിടിച്ച് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളുടെയും ഈ രാത്രിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലയളവ് ഒരു മഹാമാരിയുടെ പിടിയിലാണ് ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അനേക പ്രതിസന്ധികൾ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ബിസിനസ് മേഖലയിലും ജോലി മേഖലയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കി ചിലരുടെ മനസ്സ് തളർന്നു പോകുന്നുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ചിലർക്ക് മുമ്പോട്ട് പോകുവാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ യെശയ്യായുടെ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തുന്നൊരു പൂന്തോട്ടവും വറ്റാത്തൊരു അരുവിയും പോലെയാകും നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഇപ്പോൾ നീ ഒരുപക്ഷെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ആകാൻ കടന്നു പോകുക. അവിടെ മുകളിൽ ചൂട്, നീ നിൽക്കുന്ന ചുട്ടുപടുത്ത മണലാരണ്യത്തില് വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റ്, ഒരു പ്രതീക്ഷയുടെ തിരിനാമ്പം പോലും നിന്റെ മുമ്പിലില്ല. എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഈ മരുഭൂമി അനുഭവത്തിലും ദൈവം നിന്നെ നയിക്കുവാൻ സന്നദ്ധനാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനാണ്. അവിടുന്ന് പറയുന്നു, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും, നിനക്ക് ഉള്ളിലേക്ക് ഞാൻ ശക്തി പകർന്നു തരും, നീ ദുർബലനാവില്ല, പ്രതികൂലങ്ങളുടെ മധ്യേ നീ വീണു പോകില്ല. നനച്ചു വളർത്തിയ ഒരു പൂന്തോട്ടം പോലെ, എപ്പോഴും പുഷ്പിച്ച് നനച്ചു വളർത്തി സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെ, വറ്റാത്ത ഒരു നീരുറവ പോലെയുമാകും നീ. വിശ്വസിച്ച് വലതേരരുതെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനത്തിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാം തിരുവചനത്തിൽ പറയുക, ഒരു മരുഭൂമി അനുഭവത്തിൽ തളർന്നു പോയവനെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ, ശൂന്യത ഊരിയിടുന്ന മണലാരണ്യത്തിൽ ഞാനവനെ കണ്ടെത്തി, ഞാനവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് എന്റെ കണ്ണിലെ കൃഷ്ണമണിയാക്കി അവനെ ഞാൻ സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂമിയിൽ തളർന്നവൻ, ഒരു സഹായമില്ലാത്തവൻ, എങ്ങോട്ട് സഹായത്തിന് വേണ്ടി തിരിയണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്നവനെ തേടി വരുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ്, പ്രിയ സഹോദര സഹോദരി, ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ഇതാ നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, നിന്റെ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരുന്നു. ആ കർത്താവിനെ കണ്ടുകൊണ്ട് വലതേരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വാസത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതം 23:18 വചനം പറയാ, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഹല്ലേലൂയ. ഇന്നാരെങ്കിലും എന്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം.
അപ്രകാരമൊക്കെ ആയിരിക്കാം ജീവിത അനുഭവങ്ങൾ. ജോലി നഷ്ടപ്പെട്ടു, വിദേശത്ത് ചെന്ന് അവിടെ കുടുങ്ങിക്കിടക്കുക, ബിസിനസ് തകർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, മോനെ മോളെ, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതിനാൽ ഈ രാത്രിയിൽ നിനക്ക് വിശ്വസിക്കാമോ? ദൈവം എനിക്കൊരു ഭാവി കരുതിയിട്ടുണ്ട്. എൻ്റെ ഭാവി ഇരുളടഞ്ഞതല്ല. എൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജീവിത പങ്കാളി മക്കള് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയാണ്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഹല്ലേലൂയ. വലതുകരമെടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശുമെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇപ്പോൾ ആദരപൂർവ്വം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ ജീവിതത്തിലെല്ലാ മരുഭൂമി അനുഭവങ്ങളും ഈ രാത്രിയിൽ ദൈവത്തിന് കൊടുക്കാമോ? ശോടകരങ്ങൾ നിനക്ക് കൊടുക്കാമോ? ഭാവിയെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പക്ഷെ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്രകാരമുള്ള ചില അനുഭവങ്ങളിലൂടെ, യാഥാർത്ഥ്യങ്ങളിലൂടെയാ. പ്രത്യാശയ്ക്കോ പ്രതീക്ഷയ്ക്കോ ഒരു വകയും മുമ്പിലില്ല. എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു സഹായത്തിന് എങ്ങോട്ട് തിരിയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം പറയുകയാണ്, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ഈ നൈറ്റ് രാത്രിയിൽ പറയാണ്, നിനക്കൊരു ഭാവിയുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല. അവന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ വിശ്വസിച്ച് രണ്ട് കരമൊന്ന് ഉയർത്തുക, രണ്ട് കരമൊന്ന് ഉയർത്തുക. നിന്നെ തളർത്തുന്ന ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും ഭാരങ്ങളും പരാജയങ്ങളും, സാമ്പത്തിക പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, ബിസിനസ് മുടങ്ങിപ്പോയ അവസ്ഥകൾ, വരുമാന മാർഗം മടങ്ങിയ സാഹചര്യങ്ങൾ എല്ലാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. അവൻ നല്ലവനാണ്, അവൻ എന്നെ കൈവിടാത്ത ദൈവമാണ്. ആ ദൈവം പറയുകയാണ്, പിതാവും മക്കളോടെന്നതുപോലെ കർത്താവ് തന്റെ ഭക്തരോട് മനസ്സലിവ് കാണിക്കും. 103-ാം സങ്കീർത്തനം 13-ാം തിരുവചനം പറയുന്നില്ലേ, പിതാവ് മക്കളോടെന്നതുപോലെ കർത്താവ് തന്റെ ഭക്തരോട് മനസ്സലിവ് കാണിക്കും. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ആദരം തുറന്ന് യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ നന്ദി. കർത്താവേ അങ്ങ് നല്ലവനാണ് ദൈവമേ. കർത്താവ് എത്രയോ നല്ലവനെന്ന് ഈ നൈറ്റ് വിജയ രാത്രിയിൽ പ്രിയ സഹോദര സഹോദരി നീ രുചിച്ചറിയണം. ഇതാണ് നിന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് എത്രയോ നല്ലവനെന്ന് നീ അനുഭവിച്ചറിയും. നിന്റെ ജീവിതങ്ങൾ കീഴ്മേൽ മറിയപ്പെടും. നിന്റെ ജീവിതം അവൻ അനുഗ്രഹിച്ചുയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ. ദൈവം നല്ലവൻ, ആമേൻ. എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ. ആ ദൈവത്തെ കണ്ടുകൊണ്ടൊന്ന് ചേർന്ന് പാടാമോ? ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ. പ്രിയമുള്ളവരെ, ഈ ദൈവം എത്രയോ നല്ലവനാ. ആ യേശു എത്രയോ നല്ലവനാ. ആ യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ നമുക്ക് കുടുംബാംഗങ്ങളെല്ലാവരോട് ചേർന്ന് പാടി ആരാധിക്കുകയാണ്. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ.
നല്ലവൻ നല്ലവൻ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ നല്ലവൻ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ നല്ലവൻ. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനാ ഉത്കണ്ഠപ്പെട്ട് തളരുന്നത്? സാഹചര്യങ്ങളെ നോക്കി എന്തിനാ പ്രിയമുള്ളവരെ നെടുവീർപ്പുകൾ ഉയർത്തുന്നത്? ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കില്ല. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം, അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ആശ്രയത്വം. അതുകൊണ്ട് എല്ലാ വിപരീത അനുഭവങ്ങളെ മാറ്റിവെച്ച് ദൈവത്തെ കണ്ടുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. ദൈവമറിയാതെ സംഭവിക്കില്ലൊന്നുമേ. ദൈവമറിയാതെ സംഭവിക്കില്ലൊന്നുമേ. ആകയാൽ ആകുലമെനിക്കില്ല തെല്ലുമേ. ആകയാൽ ആകുലമെനിക്കില്ല തെല്ലുമേ. കരങ്ങളടിച്ച് ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ നല്ലവൻ. പ്രിയമുള്ളവരെ, രണ്ട് കരങ്ങൾ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ജീവിതത്തിൽ സഹനങ്ങളില്ലാത്തവരില്ല, നൊമ്പരങ്ങളില്ലാത്തവരില്ല, പരാജയങ്ങളില്ലാത്തവരില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ കണ്ണുനീർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തകർച്ച അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്കാണ്. നിന്നെ വിശദീകരിച്ച് നിന്റെ മൂല്യം വർദ്ധിപ്പിച്ച് ദൈവത്തിന്റെ പ്രിയ പൊന്നാമനയാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. എല്ലാ വേദനയുടെ അനുഭവങ്ങളെ ഓർത്ത് കാലമുയർത്തി ആദരം തുറന്ന് ഈശോയെ വിളിക്കുക, ഈശോയെ വിളിക്കുക. യേശുവേ, ആരാധന കർത്താവേ, നന്ദി പറയുന്നു ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു. അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു. ചേർന്ന് പാടാമോ? മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ നല്ലവൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിതം എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ ജീവിതമല്ല ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുക. ചില കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, ചില പരാജയങ്ങളുടെ അനുഭവങ്ങളുണ്ട്, ചില നൊമ്പരങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിന്മാറ്റത്തിൻ്റെ വഴിയിലേക്കല്ല നമ്മൾ മാറുക, മറിച്ച് ആ കഷ്ടതകളെ നന്മകളാക്കി മാറ്റുന്നുവെന്നാണ് നമ്മുടെ ദൈവം. നമ്മുടെ കഷ്ടങ്ങളെ അവൻ നന്മകളാക്കി മാറ്റും, അനുഗ്രഹങ്ങളാക്കി മാറ്റും. അതുകൊണ്ട് കരങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കർത്ത സന്നിധിയിലേക്ക് ഉയർത്തുക. എല്ലാ കഷ്ടനഷ്ടങ്ങളും ഒരാരാധനയായി ദൈവ തിരുമുമ്പിലേക്ക് ഉയരട്ടെ. കഷ്ടതയുടെ കണ്ണുനീർ സ്തുതിയുടെ പുകഴ്ചകളായി മാറട്ടെ. പരാജയത്തിന്റെ കണ്ണുനീർ ആനന്ദത്തിന്റെ സ്തുതിപ്പായി മാറട്ടെ. യേശുവേ, ആരാധന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നഷ്ടത്തിന്മേൽ നഷ്ടം വന്ന എന്തു ചെയ്യും ഞാൻ? നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ? നന്മയ്ക്കായി തീർക്കുന്നോനിൽ ആശ്രയിക്കും ഞാൻ. നന്മയ്ക്കായി തീർക്കുന്നവനിൽ ആശ്രയിക്കും ഞാൻ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ നല്ലവൻ. ആ ദൈവത്തെ കണ്ട്, ആ ദൈവത്തെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ അവന് നന്ദി പറയും. പ്രിയമുള്ളവരെ, ദൈവത്തെ വീണ്ടും വീണ്ടും ആരാധിക്കുക.
ഉള്ളില്ലെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ജീവിതമാകാം നിന്റേത്. കുടുംബത്തിൻ്റെ ഒരു മൂലയിലേക്ക് തള്ളപ്പെട്ട ഒരു വ്യക്തിയാകാം. സമൂഹം അവഗണിക്കുന്ന വ്യക്തിയാകാം. നിനക്ക് മറ്റുള്ളവർ മുമ്പിൽ വിലയില്ലാത്ത ഒരു ദൈവ പൈതലാകാം നീ. പക്ഷെ നീ ഓർക്കുക, കൊള്ളരുതാത്തവനെയും തള്ളിക്കളഞ്ഞവനെയും അന്വേഷിച്ചു പോകുന്ന ഒരു ദൈവമുണ്ട്. വിലയില്ലാത്തവന് വില കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിന്റെ അപ്പൻ. ആ ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അവന്റെ സന്നിധിയിലേക്ക് കരമൊന്ന് ഉയർത്തുക. നിന്റെ പരാജയത്തിന്റെ ജീവിതം, തള്ളക്കളഞ്ഞ ജീവിതം, മാറ്റി നിർത്തപ്പെട്ട ജീവിതം, അവഗണനയുടെ കൂമ്പാരമായി മാറിയ നിന്റെ ജീവിതത്തെ മാനിക്കുന്ന ദൈവത്തെ കണ്ടൊന്ന് ആരാധിച്ച്, അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ട് ആരാധിച്ച്. യേശുവേ ആരാധന കർത്താവേ, നന്ദി പറയുന്നു പിതാവേ, ആരാധിക്കുന്ന പായേ ശിവേ ശിവേ ആരാ. കൊള്ളില്ലെന്നു തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും നിന്നെ. ആ ദൈവത്തെ കണ്ട് കരമിച്ചടിച്ച് എനിക്കെന്നും നല്ലവൻ, എല്ലാം എന്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, അവൻ നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എന്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എന്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രണ്ട് കരമുള്ള അവന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. രണ്ട് കരമുയർത്തി യേശുവിനെ വിളിച്ചൊന്ന് ആരാധിക്കണമേ. യേശുവിനെ വിളിച്ചൊന്ന് ആരാധിക്കുക. അവനെ കണ്ടവർ, അവനെ അനുഭവിച്ചവർ, അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും പറഞ്ഞു, യേശു നല്ലവനാണ്, യേശു മാധുര്യവാനാണ്, യേശു കാരുണ്യവാനാണ്, യേശുവിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. അവനെ അനുഭവിച്ച്, അവന്റെ സാന്നിധ്യം അനുഭവിച്ചൊന്ന് ആരാധിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ യേശുവേ, ആരാധന കർത്താവേ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. അതേ കർത്താവ് നിന്റെ അടുത്തുണ്ട്. പ്രിയമുള്ളവരെ, നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്തേക്ക് നിന്റെ യേശു കടന്നു വരുന്നുണ്ട്. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാ. പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈക്കൊള്ളുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കണ്ണുകളടച്ച് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അവൻ്റെ സാന്നിധ്യം ഒന്ന് കാണുക. യേശു നിന്റെ അടുത്തുണ്ട്, യേശു നിന്റെ അടുത്തുണ്ട്. അവനെ നിങ്ങൾ വിളിക്കുമ്പോൾ ഇതാ എന്ന് ഞാൻ മറുപടി നൽകി ഇറങ്ങി വരുന്നൊരു കർത്താവ്. തൻ്റെ പ്രിയപ്പെട്ടവർ കരയുമ്പോ എന്തിനാ നീ കരയുന്നത്? നിന്റെ മുഖം എന്തേ വാടിയിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു ദൈവം ഇതാ ഈ രാത്രി നിന്റെ അടുത്ത്. അവനോടൊന്ന് ചേർന്നിരിക്കുക, അവൻ്റെ സാന്നിധ്യത്തോടൊന്ന് ചേർന്നിരിക്കുക. ജീവിതം ഒന്ന് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നാളുകളായി നീ വേറുന്ന ഭാരമുണ്ടല്ലോ, സങ്കടമുണ്ടല്ലോ, ദുഃഖമുണ്ടല്ലോ, പരാജയത്തിൻ്റെ കൈപ്പേറിയ ഓർമ്മകളുണ്ടല്ലോ. എല്ലാം ഒന്ന് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഈശോയെ, നിന്റെ ആ സ്നേഹമുണ്ടല്ലോ, നിന്റെ ആ സ്നേഹം എന്നിലേക്കൊന്നൊഴുക്കണമേ. കുരിശേറി നീ എന്നെ സ്നേഹിച്ചല്ലോ കർത്താവേ. ഇത്രമാത്രം നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ എനിക്കെന്ത് യോഗ്യതയാ ഉള്ളത്? ചേർന്നിരിക്കുക,
ഈശോയെ ആരാധിക്കുന്നു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ദൈവമേ, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടി പിടിച്ചു. ഈശോയെ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്ത് യോഗ്യത. എന്താണ് എന്നിൽ കണ്ടത്? ദൈവമേ, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യേശുവേ, യോഗ്യത എന്നിൽ കണ്ടുവോ? അവന്റെ സ്നേഹം നിന്നെ വാരിപ്പുണരുന്നു. ഇത്രമേൽ മാനിച്ചിടുവാൻ ഓ യേശുവേ, യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ ഓ യേശുവേ, യോഗ്യത എന്നിൽ കണ്ടുവോ? അവന്റെ സ്നേഹത്തെ ഓർക്കാമോ? ഇത്രമേൽ മാനിച്ചിടുവാൻ ദൈവമേ, യോഗ്യത എന്നിൽ കണ്ടുവോ? പ്രിയമുള്ളവർ, യേശുവേ എന്റെ സ്നേഹമേ, ഓ സ്നേഹമേ, യേശുവേ എന്റെ ദൈവമേ, യേശുവേ, യേശുവേ എന്റെ സ്നേഹമേ, യേശുവേ എന്റെ ദൈവമേ, വറ്റാത്ത ഉറവൈ തേനേലും മധുരമേ, ആമേൻ. വറ്റാത്ത ഉറവൈ യേശുവേ, തേനേലും മധുരമേ, യേശുവേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ധ്യാനപൂർവ്വം ഒന്ന് ചിന്തിച്ച പ്രിയരെ, ചേറ്റിൽ കിടന്നതാമെന്നെ എന്ത് യോഗ്യത അതിനു മുമ്പിൽ എനിക്കുള്ളൂ. പൊൻകരം നീട്ടി പിടിച്ചു. ഓ കർത്താവേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ അവന്റെ തിരുമുഖത്തേക്ക് നോക്കിയെന്ന് പാടാമോ? എന്താണ് എന്നിൽ കണ്ടത്? എന്റെ ദൈവമേ, ചേറ്റിൽ കിടന്നതാമെന്നെ തേടി വന്ന സ്നേഹത്തെ ഓർക്കാമോ? പൊൻകരം നീട്ടി പിടിച്ചു. ആ, 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 പ്രിയമുള്ളവരെ, വചനം ഓർമ്മപ്പെടുത്തുക. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഈ സ്നേഹം സ്വീകരിക്കുവാൻ എനിക്കെന്ത് യോഗ്യതയാ ദൈവമേ? ഈ സ്നേഹം അനുഭവിക്കുവാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? നിസാരം, ബലഹീനരും പാപികളുമായ നമ്മുടെ ജീവിതത്തെ തേടി വന്നവന്റെ സ്നേഹം, ആ സ്നേഹം ഈ രാത്രി നിന്നെ മാടി വിളിക്കുന്നു. ആ സ്നേഹം നിന്നെ വിളിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് നിന്റെ ജീവിതം സമർപ്പിക്കാമോ? സ്നേഹം നിന്നെ വിളിക്കുന്നു. ദൈവ സ്നേഹമാണ്. ആ സ്നേഹം നിന്നെ വിളിക്കുന്നു. അവന് ജീവിതം സമർപ്പിക്കാമോ? അവന്റെ കയ്യിലേക്ക് നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാമോ? അവന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതം കൊടുക്കുക, നിന്നെ സമർപ്പിക്കുക. ആ സ്നേഹമാണ് നിന്നെ വിളിക്കുന്നത്. രണ്ട് കരമുയർത്തി യേശുവിനെ ഒരിക്കൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം. നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം. എന്റെ ഹൃദയം വാശി വരണ്ട കർത്താവേ. ആരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഹൃദയം അടഞ്ഞു പോകും. ആ
സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിലെ വെറുപ്പ് പടിയിറങ്ങട്ടെ കർത്താവേ. സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നൽകണമേ യേശുവേ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിൽ വന്നു നിറയണമേ. ആഗ്രഹത്തോടെ എന്ന് പാടാമോ? സ്നേഹമാ ഈശോയ്ക്ക് ജീവിതം കൊടുക്കുക. ശക്തിയാ എന്നിൽ വന്നു നിറയണമേ. ഈശോയെ നീ ഞങ്ങളിൽ നിറയണം. സ്നേഹമായി നിറയണം കർത്താവേ. എന്റെ ശക്തി അങ്ങാണ്. എന്നിൽ വന്നു നിറയണമേ. ചേർന്ന് പാടാം. സ്നേഹമാ സ്നേഹമാ ഓ ഗ്ലോറി അപ്പാ. ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. ആരാധിക്കാം നമുക്കവനെ. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നല്ല ഈശോയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറയും. ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഞാനങ്ങേ ആരാധിക്കുന്നു കർത്താവ്. നീ എനിക്ക് നല്ലവനാ, നീ എനിക്ക് നല്ലവനാ കർത്താവ്. ചേറ്റിൽ കിടന്ന് എന്നെ കരം പിടിച്ചുയർത്തി കർത്താവ്, എന്നെ മാനിച്ചുയർത്തി കർത്താവ്. അങ്ങയുടെ പ്രിയപ്പെട്ടവനും ബഹുമാനനുമാക്കി എന്നെ മാറ്റിയ കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പലതേരടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കരം വീശി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ജപമാലയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെയും കൃപാവരങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുക. ഒരു ദൈവവൈതല ആവശ്യമായ ഒരു സ്വർഗീയ സംരക്ഷണം ഇഹലോക ജീവിതത്തിൽ നമുക്ക് തരുവാൻ സ്വർഗം പരിശുദ്ധ അമ്മയെ വരമേൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ജപമാലയല്ലേ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴിയായി സ്വർഗത്തിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ജപമാലയിൽ നമ്മൾ വളരെ ഭക്തിപൂർവം നമ്മുടെ ഹൃദയം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊരു സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രക്ഷാകര ചരിത്രത്തിലൂടെ ഒരു ആത്മീയ പൈതലൻ്റെ ജീവിതത്തിൽ സംലബ്ധമാകുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാ. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥനാപൂർവം നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. ഈ ജപമാല ശുശ്രൂഷയെ നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകരായ സോഫി അഗസ്റ്റിനും മനോജ് മാത്യുമാണ്. അവരോട് ചേർന്ന് നമുക്ക് ഈ ജപമാല അർപ്പിക്കാം.